പ്രിയമുള്ളവരെ, പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എൻ്റെ ഷുഗറിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇൻസുലിൻ പമ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഇതിൽ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ടൈപ്പ് 3 ആണ് എൻ്റെ ഷുഗർ എന്ന് പറയുന്നത്. ആദ്യം ടൈപ്പ് 2 എന്ന് പറഞ്ഞാണ് മെഡിസിൻ തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ 10 വർഷം ആവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞത് ഉടനെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വേരിയേഷനാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ, ആഹാരം കഴിക്കുന്നതിന് മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ 500 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദോശ കഴിച്ചിട്ട് അടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 800 സംതിങ്ങിലോട്ട് പോയി. അപ്പോൾ അത്രയും ഒരു വലിയ വേരിയേഷനിലാണ് പോകുന്നത്. HbA1c എന്ന് പറയുന്നത് 17 ആണ്. ഇതൊക്കെയാണ് ഈ ഷുഗറുമായിട്ടുള്ളത്. പിന്നെ പെയിന് ഇത്രയും കയറി വരുമ്പോൾ പെയിന് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഈ പാൻക്രിയാസ് എനിക്ക് പൂർണ്ണമായിട്ടുമില്ല. അപ്പോൾ അതെടുത്ത് മാറ്റിയായിരുന്നു. പക്ഷേ അതിന് എടുത്ത് മാറ്റിയപ്പോഴാണ് അറിയുന്നത് ഇത് സ്പ്രെഡായി കഴിഞ്ഞു. അതിനെക്കാട്ടിയും ഭയങ്കര ഫാസ്റ്റായിട്ടത് നമ്മുടെ ക്യാൻസർ ഇത് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അവരെല്ലാം നോക്കിയായിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കുറച്ച് സഹനമൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻസുലിൻ പമ്പെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രയും ഷുഗർ ഇങ്ങനെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 200 സംതിങ് ഒക്കെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെയൊക്കെ ശരീരത്തിലുണ്ടാവും. ഷുഗർ ഉള്ളവർക്കറിയാം. അപ്പോൾ ഇത്രയും എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. മിക്ക സമയങ്ങളിലും എൻ്റെ ഗ്ലൂക്കോമീറ്ററിൽ റീഡ് എടുക്കാത്തില്ല. അത്രയും ഹൈ ആണ് എൻ്റെ ഷുഗർ എന്ന് പറയുന്നത്. അതുപോലെ അത്രയും ലോ ആയിട്ടും വരും പെട്ടെന്ന്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നാളുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേദന അതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് സഹിക്കാൻ മേല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത്. അത് 6 ലക്ഷം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്ക് അകത്താണ് ആകുന്നത്. ഇത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നത്. മറ്റ് നമ്മൾ രാത്രി ഉറക്കത്തിലൊക്കെ ആകുമ്പോൾ താഴെ പോയാലും നമ്മൾ അറിയത്തില്ല. ഇത്രയും ഹൈയിൽ നിൽക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും നന്ദി. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. മുന്നോട്ട് പോകണം. എൻ്റെ കുഞ്ഞുമക്കളെ നോക്കാൻ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.